ഹേ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് ഡണ്ടഡാൻ എന്ന് പറയുന്ന ഒരു കിടിലൻ ജാപ്പനീസ് അനിമി TV സീരീസിന്റെ സീസൺ 1 ഒന്നാമത്തെ എപ്പിസോഡാണ്. അപ്പോട്ട് സമയങ്ങളാതെ നേരെ എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡ് തുടക്കത്തിൽ നമ്മൾ കാണുന്നത് രണ്ട് പേരെയാണ്. നീ എനിക്ക് കാശ് തരാമെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് നിന്റെ ബോയ് ഫ്രണ്ട് ആയിട്ട് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇനിയും നീ കാശ് തരാമെന്ന് പറഞ്ഞാ എന്തിനും ഞാൻ നിന്റെ കൂടെ കാണും എന്നൊരു പയ്യൻ ഒരു ലേഡിയോട് പറയുന്നു. ക്യാഷിന് വേണ്ടിയാണ് തന്നെ സ്നേഹിക്കുന്നതെന്ന് മനസ്സിലായ ആ ലേഡി അവനെ അടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാ അവൻ അവളെ അടിച്ച് താഴെയിട്ട്, എന്താടി നീ നോക്കുന്നേ, കാശ് ചോദിച്ചാ നീ ഇങ്ങനെയൊക്കെ ചെയ്യുമല്ലേ, നിന്റെ ഈ സ്വഭാവം കണ്ട ആർക്കെങ്കിലും നിന്നെ ഗേൾ ഫ്രണ്ട് ആക്കാൻ തോന്നുവോ എന്ന് അവൻ ചോദിക്കുന്നു. ഇനി ഒരു അക്ഷരം മിണ്ടിയ നിന്റെ തലമണ്ട അടിച്ച് ഞാൻ പൊട്ടിക്കും, മര്യാദക്ക് ഇവിടെ നിന്നും പോടാ പട്ടി തെണ്ടി നായി എന്നും പറഞ്ഞ് 4 തെറിയും വിളിച്ച് അവൾ അവനെ അവിടെ നിന്നും പറഞ്ഞു വിടുന്നു. സോ അവൻ പോയ സങ്കടത്തിൽ ക്ലാസ്സിൽ വിഷമിച്ചിരിക്കുന്ന അവളോട് അവളുടെ ഫ്രണ്ട്സ് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു. അവനെ പോലെ ഒരുത്തിനെ നീ എന്ത് കണ്ടിട്ടാ ബോയ് ഫ്രണ്ട് ആക്കിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവൻ എന്റെ ഫസ്റ്റ് ലവാ. അവൻ പോയപ്പോ എനിക്ക് എന്തുമാത്രം സങ്കടം ഉണ്ടെന്ന് അറിയോ നിങ്ങൾക്ക്? അവനെ കാണാൻ കെൻ ടക്കാക്കുറെ പോലെയില്ലേ, അതാ എനിക്ക് അവനെ ഇഷ്ടപ്പെട്ടെ. വെറുതെ അല്ല അവൻ നിന്നെ ഇട്ടിട്ട് പോയെ. സോ ബോയ് ഫ്രണ്ട് ആയിട്ട് മിസ്റ്റർ കെന്നിനെ പോലെയുള്ള ഒരാളെ വേണമെന്നാണ് അവളുടെ ആഗ്രഹം. അവരെ പോലെ ഒരാളെ ഈ ലോകത്ത് എവിടെയുണ്ടെങ്കിലും ഞാൻ കണ്ടുപിടിക്കും എന്ന് പറഞ്ഞ് വരാന്തയിലൂടെ നടക്കുന്ന സമയത്താണ് മറ്റൊരു ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യനെ കുറച്ചു പേർ ചേർന്ന് ശല്യം ചെയ്യുന്നത് അവൾ കാണുന്നത്. ഇതിൽ മാഗ്നറ്റ് വെച്ചിട്ട് അവന്റെ മണ്ടക്കിട്ടൊന്ന് കൊടുത്താലോ എന്ന് പറഞ്ഞ പിള്ളേർ ഒരു പേപ്പറും കൊണ്ട് അവനെ എറിയാൻ വേണ്ടി നിൽക്കുന്നു. അപ്പോഴാണ് അവൾ അവന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. ഹായ്ഡാ, നീ എന്താ ഈ പഠിക്കുന്നേ എന്ന് ചോദിച്ച് അവന്റെ കയ്യിലുണ്ടായിരുന്ന ബുക്ക് തുറന്ന് നോക്കുവാണ് അവൾ. ഓ, ഇതാണോ നീ വായിക്കുന്നേ? അപ്പൊ അവരെ പറഞ്ഞിട്ടും കാര്യമില്ല, എന്റെ ചുറ്റുമുള്ളവരൊക്കെ മണ്ടന്മാരാണല്ലോ ദൈവമേ എന്നും പറഞ്ഞ് അവൾ അവിടെ നിന്നും പോകുന്നു. ഇത് കണ്ടതും ആ പയ്യൻ അവളെ തന്നെ നോക്കി നിൽക്കുവാണ്. ഓ, എല്ലാം എന്റെ വിധി. എന്റെ ഈ ദേഷ്യം കാരണം ഇപ്പൊ എന്റെ മുമ്പിൽ ഒരുത്തൻ വന്നു കഴിഞ്ഞാൽ അവന്റെ തലമണ്ട ഞാൻ അടിച്ച് പൊട്ടിച്ചേനെ എന്ന് പറഞ്ഞ ആ വരാന്തയിലൂടെ നടക്കുന്ന സമയത്താണ് പുറകിൽ നിന്നൊരു ശബ്ദം. ഹേയ് മിസ് മോമോ അയാസേ, എന്നെ പറ്റി നിങ്ങളുടെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. നിങ്ങളെപ്പോലെ ഒരു പെണ്ണ് എന്നോട് സംസാരിക്കണമെങ്കിൽ അതിന് ഒരേ ഒരു കാരണം മാത്രമേ ഉണ്ടാവൂ, അതെന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഹേയ്, നീ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങൾ. നീ വെറുതെ ഓരോന്ന് പ്രതീക്ഷിച്ച് സമയം കളയണ്ട, മര്യാദക്കും ഇവിടെ നിന്ന് ഓടിക്കോ. ഞാൻ അതല്ല പറഞ്ഞേ, ഇത് നോക്കിയേ, നമ്മുടെ പ്രസിഡന്റ് ഇതിനോടകം തന്നെ മാസിലോട്ട് പോയി വന്നിരിക്കുന്നു. അവിടെ ഏലിയൻസിനെയും കണ്ടിട്ടുണ്ടെന്നാ പറയുന്നേ. നിങ്ങളൊരു അക്കൾട്ട് ഫാൻ അല്ലേ, അതുകൊണ്ടല്ലേ എന്നോട് വന്ന് സംസാരിച്ചേ? ഓ, എനിക്ക് UFO ഏലിയൻസ് അതിനൊന്നും തീരെ വിശ്വാസമില്ല. ഹേയ്, ആദ്യം ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്ക്. ഇതാണ് UAP, അൺഐഡന്റിഫൈഡ് ഏരിയൽ ഫിനോമിന. ഓ ശരി, അതിനിപ്പോ ഞാൻ എന്ത് വേണം? യഥാർത്ഥത്തിൽ UAP ഉണ്ടെന്നുള്ള കാര്യം അമേരിക്കൻ മിലിറ്ററി പോലീസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി റിസർച്ച് ചെയ്യാൻ വേണ്ടി അവരൊരു സ്പെഷ്യൽ സ്ക്വാഡിനെ തന്നെ നിയമിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ജപ്പാനും എയറോസ്പേസ് ഡിഫൻസ് ഫോഴ്സിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് നിനക്ക് മനസ്സിലായോ? സ്പേസിൽ ഒരു വലിയ യുദ്ധം തന്നെ നടക്കാൻ പോവാ. ഓ, നല്ല കാര്യം, ശരിയെന്നാ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ അവൾ അവിടെ നിന്ന് പോകുന്നു. ഹേയ് നിൽക്ക്, എനിക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞ അവൻ അവളുടെ പുറകെ തന്നെ നടക്കുന്നു. എന്നിട്ടൊക്കെ കേട്ട് ടെൻഷനായി അവൾ അവനോട് ദേഷ്യപ്പെടുന്നു. ഇതിനെപ്പറ്റി എന്തെങ്കിലും ഞാൻ നിന്നോട് ചോദിച്ചോടാ, അല്ലെങ്കിലോ മനുഷ്യൻ ഇവിടെ പ്രാന്ത് പിടിച്ച് നിൽക്ക. അതിന്റെ ഇടയ്ക്കൂടെ നീ എപ്പോ നോക്കിയാലും UFO ഏലിയൻസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിനക്ക് വെറുതെ അല്ല ഫ്രണ്ട്സ് ഇല്ലാത്ത, വെറുതെ ഓരോ മണ്ടത്തരങ്ങൾ വിശ്വസിക്കാനായിട്ട് ഒരു ജന്മം എന്ന് പറഞ്ഞ അവൾ അവിടെ നിന്നും പോകുന്നു. എന്നാ ഇതുകൂടെ കേട്ടപ്പോ ആ പയ്യൻ ആകെ അങ്ങ് ഇല്ലാണ്ടാവുന്നു. അവൻ വിഷമിച്ച് കണ്ടിരിക്കുന്ന അയാസയ്ക്ക് ഒരുപാടധികം സങ്കടാവുന്നു. സോറി, ഞാൻ കുറച്ച് ഓവറായല്ലേ. എനിക്ക് ഈ ഏലിയൻസിനെ ഒന്നും അങ്ങനെ വിശ്വാസമില്ല, പക്ഷെ പ്രേതത്തിനെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എന്ത് പ്രേതമോ? അങ്ങനെ ഒരു സാധനം തന്നെ ഈ ഭൂമിയിലില്ല, അതിനൊക്കെയാണോ നീ വിശ്വസിക്കുന്നേ എന്ന് പറഞ്ഞ് ചിരിച്ചോണ്ടിരിക്കുകയാണ് അവൻ. ഡേയ്, നീ പറഞ്ഞതൊക്കെ ഞാൻ സമാധാനത്തോടെ കേട്ടില്ലേ, എന്നിട്ട് ഞാൻ പറയുന്ന ഒന്ന് കേൾക്കാൻ പറ്റാതെ നീ എന്നെ കളിയാക്കുവാണോ? ഞാൻ ഏലിയൻസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോ നീ വിശ്വസിച്ചില്ല, നീ പ്രേതം ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ വിശ്വസിക്കണമെന്നാണോ? നീ ഹൊറർ മൂവിയൊക്കെ കാണാറില്ലേ? അതിലെ പോലെ ഈ പ്രേതത്തിന്റെ മുഖമൊക്കെ ചുക്കി ചുളിഞ്ഞ് ആകെ അങ്ങ് ഇല്ലാണ്ടായിട്ടായിരിക്കും ഉണ്ടാവുക. ആലോചിക്കുമ്പോ കോമഡി ആണെങ്കിലും കണ്ടാ തീർച്ചയായിട്ടും നമുക്ക് പേടിയാവും. ഓ പിന്നെ കുറച്ചു ദിവസം ഭക്ഷണം കഴിക്കാണ്ടിരുന്നാലും എല്ലാവരുടെ ഫേസും അതുപോലൊക്കെ ആവും. ഈ ഏലിയൻസിന് പ്രൂഫ് ഉണ്ട്, പക്ഷെ ഗോസ്റ്റിന് പ്രൂഫ് ഉണ്ടോ എന്ന് അവൻ അവളോട് ചോദിക്കുന്നു. ഇതിനു മുൻപ് നീ ഏലിയൻസിനെ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. സ്പേസിലോട്ട് പോകാൻ ഒരു ചാൻസ് കിട്ടിയാൽ തീർച്ചയായിട്ടും ഞാനും അവരെ കണ്ടുമുട്ടും. എന്തൊക്കെ പറഞ്ഞാലും പ്രേതം ഉണ്ടെന്ന് ഞാൻ സമ്മതിച്ചേരില്ല, ഏലിയൻ ഉണ്ടെന്ന് ഞാനും സമ്മതിച്ചേരില്ലടാ എന്ന് പറഞ്ഞ അവർ രണ്ടുപേരും അടികൂടി കൊണ്ടിരിക്കുകയാണ്. ശരി, നമുക്കൊരു ഡീൽ ഉണ്ടാക്കാം. പ്രേതം ഉണ്ടെന്ന് ഞാൻ തെളിയിച്ചെന്നാ ജീവിതകാലം മൊത്തം നീ എന്റെ അടിമയായിട്ടിരിക്കണം. ശരി, ഏലിയൻ ഉണ്ടെന്ന് ഞാൻ തെളിയിച്ച ജീവിതകാലം മുഴുവൻ നീ എന്റെയും അടിമയായിട്ടിരിക്കണം എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ഒരു ധാരണയിലെത്തുന്നു. അന്ന് രാത്രി ഏലിയനെ കണ്ടുപിടിക്കാൻ വേണ്ടി ആ പയ്യൻ പറഞ്ഞതനുസരിച്ച് ഒരു പൊട്ടിപ്പൊളിഞ്ഞ ബിൽഡിങ്ങിലോട്ട് വരുവാണ് അയാസെ. ഡേയ്, ഇത് എന്ത് സ്ഥലമാടാ? എല്ലാവരും പറയുന്നത് ഈ നാഗി ഹോസ്പിറ്റൽ UFOയുടെ ഒരു ഹോട്ട്സ്പോട്ട് ആണെന്നാണ്. അവരുടെ അനുവാദമില്ലാതെ അങ്ങോട്ട് ചെന്ന തീർച്ചയായിട്ടും അവർ നിന്നെ പിടിക്കും. അങ്ങോട്ട് വന്ന് ഏലിയൻസ് നിന്നെ അവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോകും. എന്നിട്ട് നിന്റെ ബോഡിയൊക്കെ വെച്ച് അവർ ഓരോ എക്സ്പെരിമെന്റ്സ് ചെയ്യും. അവരുടെ ആവശ്യം കഴിഞ്ഞാൽ ഓർമ്മകളൊക്കെ ഇല്ലാതാക്കി തിരിച്ച് മനുഷ്യരെ ഭൂമിയിലോട്ട് തന്നെ അവരയക്കും.
ഓ പിന്നെ നീ പറയുന്നൊക്കെ കേട്ടാ തോന്നും നീ ഏലിയന്റെ കുടുംബമാണെന്ന്. നീ ഇതിനു മുൻപ് ഒരു UFO എങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് അയാസെ. ഞാനിതുവരെ UFO കണ്ടിട്ടില്ല, പക്ഷെ അത് കണ്ടവർ ഒരുപാട് പേരുണ്ടല്ലോ. ആ നിനക്കിനി എന്തും പറയാലോ. ശരി, അവിടെ എങ്ങനെ പോകുന്നു എന്ന് അവൾ അവനോട് ചോദിക്കുന്നു. അപ്പോഴാണ് നമ്മൾ ആ കാഴ്ച കാണുന്നത്. അയാസ പറഞ്ഞതനുസരിച്ച് പ്രേതത്തെ കാണാൻ വേണ്ടി ഒരു ടണലിന്റെ അകത്തോട്ട് പോവാൻ നിൽക്കുവാണ് ആ പയ്യൻ. പ്രേതം എന്ന് പറയുന്ന ഒരു സാധനമില്ലെന്ന് ഞാൻ നിനക്ക് പ്രൂവ് ചെയ്തു തരാം എന്നും പറഞ്ഞ് ടോർച്ചും പിടിച്ച് അവൻ അതിനകത്തോട്ട് പോകുന്നു. അല്ല, നീ ഇതിനു മുൻപ് പ്രേതത്തെ കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്ത്? നീ ഇതുവരെ പ്രേതത്തെ കണ്ടിട്ടില്ലെന്നോ? നീയല്ലേ പറഞ്ഞു പ്രേതം നിന്റെ കുടുംബക്കാരാണെന്നൊക്കെ. എന്നാലും നിന്റെ ആ കോൺഫിഡൻസ് അത് ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. ശരി ശരി, അതിനെന്തിനാ നീ ഇങ്ങനെ ഒച്ച വെക്കുന്നേ? ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എന്റെ മുത്തശ്ശി പ്രേതത്തിനോടൊക്കെ സംസാരിക്കുമെന്ന്. പണ്ട് ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്ത് ഒരു സ്പിരിച്വൽ പോസൊക്കെ ഇട്ടിട്ടായിരുന്നു സ്കൂളിലോട്ട് പോയിരുന്നത്. എന്നാ മാത്രമേ ഗുഡ് ലക്ക് ഉണ്ടാവുമെന്ന് മുത്തശ്ശി എപ്പോഴും പറയുമായിരുന്നു. എന്നാ അത് കാരണം തന്നെ സ്കൂളിലെ മറ്റു കുട്ടികളെല്ലാം എന്നെ കളിയാക്കാൻ തുടങ്ങി. ഒരുപക്ഷെ ഞാൻ ആ സ്പിരിച്വൽ പോസിൽ പോയിട്ടില്ലെങ്കിൽ മുത്തശ്ശി ഒരുപാടധികം ടെൻഷനാവും. അങ്ങനെ ഒരു ദിവസം എനിക്ക് ഇഷ്ടമുണ്ടായിരുന്ന ഒരു പയ്യൻ എന്നെ അത് കണ്ട് കളിയാക്കി. അത് കാരണം ഞാൻ എന്റെ മുത്തശ്ശിയോട് ഒരുപാടധികം ദേഷ്യപ്പെട്ടു. ഇനി ഒരിക്കലും ഇതുപോലെയുള്ള കോമാളി വേഷത്തിൽ ഞാൻ പുറത്തു പോവില്ലെന്ന് മുത്തശ്ശിയോട് പറഞ്ഞു. എന്നാ അത് കേട്ട് അവർ സങ്കടപ്പെടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അങ്ങനെ കുറച്ചു കാലം ഞാൻ എന്റെ മുത്തശ്ശിയോട് മിണ്ടില്ലായിരുന്നു. പിന്നെ ആ സ്പിരിച്വൽ പോസിനോടും വലിയ മൈൻഡ് ഇല്ലാതായി. സത്യം പറഞ്ഞ എന്റെ മുത്തശ്ശിയെയോ അവർ ചെയ്യുന്ന ഈ ജോലിയെയോ എനിക്ക് ഒരുപാടധികം ഇഷ്ടമാണ്. ചെറുപ്പം തൊട്ടേ എന്നെ കഷ്ടപ്പെട്ട് വളർത്തുന്നത് അവരാണ്. എനിക്ക് അവരെ ഒരുപാടധികം വിശ്വാസമാണ്. അതുകൊണ്ടാണ് ഈ പ്രേതത്തെ ഞാനും വിശ്വസിക്കാൻ തുടങ്ങിയത്. ശരി, ഏലിയൻസിനെ നീ എപ്പോഴാ വിശ്വസിക്കാൻ തുടങ്ങിയെന്ന് പറ. എന്നാ ഏലിയൻസ് ഉണ്ടെന്ന് അവൻ വിശ്വസിക്കാൻ വലിയ കാരണമൊന്നുമില്ല, ആളുകൾ പറയുന്നുണ്ട്, അതുകൊണ്ട് അവൻ വിശ്വസിക്കുന്നു. അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് അവിടെ മൊത്തം ടോർച്ചടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരുപാട് ഫുട് പ്രിന്റ്സ് അവൻ കാണുന്നത്. തന്റെ പുറകിൽ എന്തോ ഉണ്ടെന്ന് മനസ്സിലാക്കി അവൻ പെട്ടെന്ന് പുറകിലോട്ട് ടോർച്ച് അടിച്ചു നോക്കുന്നു. എന്നാ പുറകിൽ യാതൊന്നും അവനെ കൊണ്ട് കാണാൻ സാധിക്കുന്നില്ല. അയ്യോ അമ്മച്ചേ, പ്രേതോ എന്ന് പറഞ്ഞ് കണ്ട വഴി ഓടുവാണ് അവൻ. ഹേ, എന്ത് പറ്റി? എന്തോ വായിലിട്ട് ചമച്ചുകൊണ്ട് വളരെ വിചിത്രമായിട്ടുള്ള ഒരു കിളവി എന്റെ മുമ്പിൽ നിൽക്കുന്നു. എന്ത് കിളവിയോ? ഒരുപക്ഷെ അത് ടർബോ ഗ്രാനി ആയിരിക്കും. അവരെ പറ്റിയുള്ള റൂമേഴ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പിടിക്കുന്നവരെല്ലാം അവർ കേഴ്സിംഗ് ചെയ്യും എന്ന് അയാസ് അവനോട് പറയുന്നു. ഇത് കേട്ടതും അവൻ അവിടെ നിന്ന് ഓടിക്കൊണ്ടേയിരിക്കുവാണ്. എന്ന പെട്ടെന്ന് തന്നെ വളരെ വേഗത്തിൽ അവന്റെ പുറകിൽ ഓടി വന്ന ടർബോ ഗ്രാനി അവനെ പിടിക്കുന്നു. ഫോണിലൂടെ അവൻ അലറുന്ന ശബ്ദം മാത്രമേ അയാസക്ക് കേൾക്കാനുള്ളൂ. ഇല്ല, നീ കുറച്ചു നേരം വെയിറ്റ് ചെയ്യേ, ഞാൻ ഇതാ വരുന്നു എന്ന് പറഞ്ഞ് അവന്റെ അടുത്തോട്ട് ഓടാൻ ശ്രമിക്കുവാണ് അയാസെ. അപ്പോഴാണ് അവൾ ആ കാര്യം ശ്രദ്ധിക്കുന്നത്. അവളുടെ പുറകിലതാ 3 വിചിത്ര രൂപം നിൽക്കുന്നു. ആരുടാ നിങ്ങളൊക്കെ? ശരി, വന്ന വഴിയിലൂടെ ഓടി രക്ഷപ്പെടുന്ന നല്ലത് എന്ന് പറഞ്ഞ് ഓടാൻ ശ്രമിക്കുകയാണ് അവൾ. എന്നാ പെട്ടെന്ന് തന്നെ അവളെ അവർ പിടിക്കുന്നു. പിന്നീട് കണ്ണു തുറക്കുന്ന അയാസെ കാണുന്നത് വസ്ത്രമൊന്നുമില്ലാതെ ഒരു ചെയറിൽ അവളെ കെട്ടിയിട്ടിരിക്കുന്നതാണ്. സോ സർഫോണിയൻസ് എന്ന് പറയുന്ന ഒരു തരം ഏലിയൻസ് ആയിരുന്നു അവളെ തട്ടിക്കൊണ്ടു പോയിരുന്നത്. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട മനുഷ്യപ്പെണ്ണെ, മനുഷ്യരെ എല്ലാവരെയും ഞങ്ങൾ ഫ്രണ്ട്ലി ആയിട്ടേ കാണുകയുള്ളൂ. ഓ, നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതുപോലെ വസ്ത്രമില്ലാണ്ട് കെട്ടിയിട്ടിട്ടാണോ അവിടെ ഫ്രണ്ട്ലി ആയിട്ട് കാണുന്നേ? സർഫോണിയൻസ് എന്ന ഞങ്ങളുടെ ഈ വംശത്തിൽ ഇതുവരെ ഒരു ലേഡി ഉണ്ടായിട്ടില്ല. ക്ലൗൺ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ഞങ്ങളുടെ ഗ്രഹത്തിൽ ഞങ്ങൾ റീപ്രൊഡ്യൂസ് ആവുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ കാണാൻ എല്ലാവരെയും ഒരേപോലെ ആയിരിക്കും. അത് കാരണം തന്നെ ഞങ്ങൾ ഓരോരുത്തർക്കും ബേസിക് ഇമോഷൻസ് എന്ന് പറയുന്നത് ഒന്നു തന്നെ ഇല്ല. സോ മനുഷ്യരുടെ പോലെ ഞങ്ങളുടെ വംശത്തെയും മാറ്റിയെടുക്കണമെങ്കിൽ നീ ഞങ്ങളെ സഹായിച്ചേ പറ്റൂ. സോ അവരുടെ വംശത്തിൽ സ്ത്രീകൾ ഇല്ലാത്തത് കൊണ്ട് ഇവളെ ഉപയോഗിച്ച് ഒരു പുതിയ ജനറേഷനെ ക്രിയേറ്റ് ചെയ്യണമെന്നാണ് ഏലിയൻസ് പറയുന്നത്. ഇതൊക്കെ കേട്ട് ടെൻഷനായ അയാസെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നു. പെട്ടെന്നാണ് അവരുടെ മൈൻഡ് കൺട്രോൾ ചെയ്യുന്ന പവർ യൂസ് ചെയ്ത് ബലം പ്രയോഗിച്ച് അവളിൽ എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോഴാണ് അവളുടെ കയ്യിലുണ്ടായിരുന്ന ഫോൺ റിംഗ് ചെയ്യുന്ന ശബ്ദം അവർ കേൾക്കുന്നത്. ഫോൺ എടുത്ത് നോക്കിയാ ആ ഏലിയന്റെ മോന്തക്കിട്ട് ഒരു ചവിട്ട് അങ്ങ് കിട്ടുവാണ്. നോക്കുന്ന സമയത്ത് അതിനകത്ത് നിന്ന് കേഴ്സിംഗ് ചെയ്യപ്പെട്ട ആ പയ്യനായിരുന്നു വന്നിരുന്നത്. ഹേയ്, ആരാ നീ? ഇതുപോലൊരു ടെക്നോളജി ഞങ്ങളുടെ കയ്യിൽ പോലും ഇല്ല. മര്യാദയ്ക്ക് അവളെ വെറുതെ വിട്ടേക്ക് എന്ന് അവൻ പറയുന്ന സമയത്താണ് ആ ഗോസ്റ്റ് അവന്റെ ശരീരത്തിലോട്ട് മുഴുവനായിട്ടും കേറി വരുന്നത്. ഞങ്ങളുടെ സ്ഥലത്തോട്ട് ഞങ്ങളുടെ അനുവാദം ഇല്ലാതെയാണ് നീ കേറി വന്നിരിക്കുന്നത്. മര്യാദയ്ക്ക് ഇവിടെ നിന്നും പുറത്തു പോകുന്നോ അതോ ഞങ്ങൾ പിടിച്ച് പുറത്തിടണോ എന്ന് ചോദിച്ച് തങ്ങളുടെ യഥാർത്ഥ രൂപത്തിലോട്ട് വരുവാണ് ആ ഏലിയൻസ്. പിന്നീട് നമ്മൾ കാണുന്നത് ആ ഗോസ്റ്റും ഏലിയൻസും തമ്മിലുള്ള ഒരു ഫൈറ്റ് ആണ്. നീ അവന്റെ ബനാന മോഷ്ടിച്ചു, നീ ഒരു ബനാന കള്ളനാ എന്ന് പറഞ്ഞ അതിലൊരു ഏലിയൻ അവനെ അടിച്ച് അങ്ങ് തെറിപ്പിക്കുന്നു. മനുഷ്യരുമായിട്ട് ഞങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്, എന്നാൽ നീ അതിന് സമ്മതിക്കുന്നില്ല. മര്യാദയ്ക്ക് നിന്റെ ആ ബനാന എനിക്ക് തന്നേക്ക്. എടുത്തോ, എന്റെ അടുത്തുനിന്ന് എന്ത് വേണമെങ്കിലും എടുത്തോ. ഒരു ഏലിയനെ കണ്ടുമുട്ടാനാണ് ഇത്രയും നാൾ ഞാൻ കാത്തിരുന്നത്. ചെറുപ്പം തൊട്ടേ ആകാശത്തൊരു UFO കാണാൻ വേണ്ടി ഞാൻ എന്തുമാത്രം കൊതിച്ചിട്ടുണ്ടെന്ന് അറിയോ നിങ്ങൾക്ക്? എന്നാ നിങ്ങൾ വന്നില്ല. എന്റെ കൂടെ പഠിക്കുന്നവരോട് ഏലിയൻസിനെ പറ്റി പറയുമ്പോ അവരെന്നെ കളിയാക്കും.
എന്നാലും ഏലിയൻസ് ഉണ്ടെന്നുള്ള വിശ്വാസം എപ്പോഴും എന്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ടും ആരും എന്നെ വിശ്വസിച്ചില്ല. പക്ഷെ മിസ് അയാസെ എന്നെ ആദ്യമായിട്ട് വിശ്വസിച്ചത് അവരാണ്. അവരുടെ മേൽ കൈവച്ച നിന്നെ ഒന്നും ഞാൻ വെറുതെ എവിടില്ലടാ എന്ന് വിളിച്ചു പറയുവാണ് ആ പയ്യൻ. അവർക്ക് വേണ്ടി ഞാനൊരു മോൺസ്റ്റർ ആവാൻ പോലും മടിക്കില്ല എന്ന് പറഞ്ഞൊരു മോൺസ്റ്റർ ആവുകയാണ് അവൻ. അങ്ങനെ തന്നെ ഇവരെ അടിച്ച് തോൽപ്പിക്കടാ സോഡക്കുട്ടി എന്ന് അയാസെ വിളിച്ച് പറഞ്ഞതും ആ ഏലിയന്റെ കയ്യിൽ നിന്നും വീണ്ടും അടി വാങ്ങുവാണ് ആ പയ്യൻ. മിസ് അയാസെ, എന്നെ കൊണ്ട് പറ്റുമൊന്നും തോന്നുന്നില്ല. ഡേയ്, ഇതിനായിരുന്നു നീ ഇത്രയധികം ബിൽഡപ്പ് കൊടുത്തേ? പെട്ടെന്നാണ് വീണ്ടും അവളുടെ മൈൻഡ് കൺട്രോൾ ചെയ്ത് ആ എക്സ്പെരിമെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ആരംഭിക്കുന്നത്. അവന്റെ ആ പവറിൽ നിന്നും പുറത്തു വരാൻ ശ്രമിക്കുന്ന അയാസയ്ക്ക് ഒരു ശബ്ദം കേൾക്കുന്നു. നിന്റെ ചി റിലീസ് ചെയ്യ. ഇല്ല വേണ്ട, എന്റെ ഫ്രണ്ട്സ് എല്ലാം എന്നെ കളിയാക്കുക. ഹേയ്, നീ എന്തീ പറയുന്നേ? നിന്റെ ചീ പുറത്തു കൊണ്ടുവരുന്നത് കൊണ്ട് നിനക്കൊന്നും തന്നെ സംഭവിക്കില്ല. അതിന് നീ ആദ്യം ചെയ്യേണ്ടത് നിന്റെ അടിവയർ ടൈറ്റ് ചെയ്യാന്നുള്ളതാണ്. പിന്നെ നിന്റെ തലയ്ക്ക് മുകളിൽ നിന്റെ ചീ ഉണ്ടെന്ന് നീ ഇമാജിൻ ചെയ്യണം എന്ന് അവളുടെ മുത്തശ്ശി അവളോട് പറയുന്നു. അപ്പോഴും ഫ്രണ്ട്സ് അവളെ കളിയാക്കുന്നതാണ് അവളുടെ മനസ്സിലോട്ട് വരുന്നത്. ഇല്ല, പറ്റില്ല, നിങ്ങൾ ഫേക്ക് ആണ്, നിങ്ങൾ പറയുന്നതൊന്നും ഞാൻ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഓടുവാണ് അയാസെ. എന്നാ അപ്പൊ നടന്ന കാര്യങ്ങളൊക്കെ ഇപ്പൊ എങ്ങനെ അവൾക്ക് ഓർമ്മ വരുന്നതെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. നിന്റെ അടിവയറ് നീ ടൈറ്റ് ആക്കണം. നിന്റെ ചീ നിന്റെ തലയ്ക്കുള്ളിൽ നിന്ന് നീ പുറത്തോട്ട് കൊണ്ടുവരണം. പെട്ടെന്നാണ് അവളെ കെട്ടിയിട്ടിരിക്കുന്ന ആ ചെയറിൽ നിന്ന് അവൾ പുറത്തോട്ട് വരുന്നത്. ഇവിടെ എന്ത് സംഭവിക്കുന്നതെന്ന് അവൾക്ക് തന്നെ മനസ്സിലാവുന്നില്ല. സോ ആ ഏലിയൻസിന്റെ പവർ ഇപ്പൊ അവളുടെ മേലിൽ വർക്ക് ചെയ്യുന്നില്ല. ഒരു പക്ഷെ ഇവളുടെ ബ്രെയിൻ വേവ്സ് ഞങ്ങൾ ഓവർ സിമുലേറ്റ് ചെയ്തതുകൊണ്ടാണോ ഇവളുടെ പവർ പുറത്തോട്ട് വന്നേ എന്ന് ചിന്തിക്കുകയാണ് ആ ഏലിയൻ. അപ്പൊ ഇതൊക്കെ സത്യമായിരുന്നല്ലേ? എന്റെ മുത്തശ്ശി ഒരു റിയൽ സ്പിരിറ്റ് മീഡിയം ആയിരുന്നല്ലേ? ഒരുപാട് നന്ദി എന്റെ മുത്തശ്ശി എന്ന് പറഞ്ഞ് അവൾ അവരെ ഒറ്റ അടി അങ്ങ് അടിക്കുന്നു. സോ അവിടെ ആ സ്പേസ്ഷിപ്പ് തന്നെ പൊട്ടി അങ്ങ് തകരുന്നു. ഇനി അവിടെ നിന്ന പണി പാളോന്ന് മനസ്സിലായ അയാസെ, ഹേയ് സോഡക്കുട്ടി, നീ എവിടെയാ? ബാ, നമുക്ക് രക്ഷപ്പെടാം. ഇതിനോടകം മുഴുവനായിട്ട് ഒരു ഗോസ്റ്റ് ആയിട്ട് മാറിയാവൻ ഇവളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. ഹേയ്, മാറി നിൽക്ക്, മര്യാദക്ക് ഈ സോഡക്കുട്ടിയുടെ അടുത്തുനിന്ന് മാറി നിൽക്ക് എന്ന് വിളിച്ചു പറയാണ് അയാസെ. സോ അവളുടെ ഉള്ളിലുണ്ടായിരുന്ന സൈക്കിക് പവർ അവന്റെ അകത്തു നിന്നും ആ ഗോസ്റ്റിനെ പുറത്തോട്ടെടുക്കുന്നു. പക്ഷെ ആ ഗോസ്റ്റ് പുറത്തോട്ട് വന്നിട്ടും അവന്റെ ബോഡിയെ വീണ്ടും അത് കൺട്രോൾ ചെയ്തുകൊണ്ടേയിരിക്കുവാണ്. എന്റെ കയ്യിൽ നിന്നും അവനെ നിനക്ക് രക്ഷിക്കണമെങ്കിൽ നീ എന്റെ കൂടെ ഫൈറ്റ് ചെയ്യേണ്ടി വരും. അധിക നേരം എനിക്കിനി ഇവിടെ നിൽക്കാൻ സാധിക്കില്ല. നിനക്കിനി എന്നെ കാണണമെന്നുണ്ടെങ്കിൽ നീ ആ ടണലിലോട്ട് വാ എന്നും പറഞ്ഞ ആ ഗോസ്റ്റ് അവിടെ നിന്നും പോകുന്നു. ഇതിനോടകം തന്നെ ആ സ്പേസ്ഷിപ്പ് മുഴുവനായിട്ടും തകർന്ന് താഴെ വീഴാൻ വേണ്ടി നിൽക്കുവാണ്. ഡേയ്, വാ നമുക്ക് പോകാം എന്ന് വിളിച്ചു പറയാണ് അയാസെ. സോ ആ സ്പേസ്ഷിപ്പ് താഴെ വീണതും അവർ അതിനകത്ത് നിന്നും പുറത്തോട്ട് ഇറങ്ങുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഇനി ഏലിയൻസ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിച്ചേ പറ്റൂ. ശരിയാ, പ്രേതം ഉണ്ടെന്ന് എനിക്കും വിശ്വാസമായി. കാരണം അതിപ്പോ എന്റെ ഉള്ളിലാ. ഇനി നമ്മൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കുകയാണ് അയാസെ. സോ ആ പയ്യന്റെ അകത്തുള്ള സ്പിരിറ്റ് പുറത്ത് വരാണ്ടിരിക്കാൻ വേണ്ടി അയാസ് അവളുടെ സൈക്കിക് പവർ യൂസ് ചെയ്യുന്നു. ആ ഗോസ്റ്റിന്റെ ശാപത്തിൽ നിന്നും പുറത്തു വരണമെങ്കിൽ അങ്ങോട്ട് പോയി ആ ഗോസ്റ്റിനെ ഇവർ നേരിട്ട് കാണണം. ശരി, ഞാൻ ഇപ്പോ തന്നെ അങ്ങോട്ട് പോവാ എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും പോകുന്നു. ഇതിനെല്ലാം കാരണം ഞാനാ. ഇനി ഞാൻ നിങ്ങളെ ശല്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. ആ ടണലിലോട്ട് പോയിട്ട് ഇതിനെല്ലാം പരിഹാരം ഞാൻ തന്നെ കണ്ടെത്തിക്കോളാം. വീട്ടിലോട്ട് പോവാൻ എന്റെ വസ്ത്രം നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്ന് പറഞ്ഞ് അവൻ അത് അവിടെ വെക്കുന്നു. ഹേയ്, ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഞാനില്ലാതെ ഒറ്റയ്ക്ക് പോവാൻ നിന്നെ കൊണ്ട് സാധിക്കില്ല. ഞാനില്ലായിരുന്നെങ്കിൽ നീ എപ്പോഴേ മരിച്ചു പോയനെ. ശരി, നീ തന്നെ ഇത് ഇട്ടോ എന്ന് പറഞ്ഞ് അയാസ് അവന്റെ ഡ്രസ് അവന് തന്നെ കൊടുക്കുന്നു. എന്നോട് ക്ഷമിക്ക്, ഞാൻ വളരെ വിചിത്രമായിട്ടുള്ള ഒരുത്തനാണ്. ദയവ് ചെയ്ത് നിങ്ങൾ ഈ ഡ്രസ് ഇടണം. നിങ്ങളെ ഇങ്ങനെ കാണാൻ എന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് ആ പയ്യൻ അവളോട് പറയുന്നു. ഇത് കേട്ടതും അയാസക്ക് എന്തോ പോലെ തോന്നുന്നു. ഇല്ല, എന്റെ ഹാർട്ട് എന്താ ഇങ്ങനെ ഇടിക്കുന്നേ? ഇവൻ പറയുന്നത് കെൻ ടക്കാക്കുറ പറയുന്നത് പോലെ എന്താ എനിക്ക് തോന്നുന്നേ? ഓ, ഞാൻ എന്തേ ചിന്തിക്കുന്നേ? കൺട്രോൾ. അതുപോലെ നിന്റെ പേരെന്താ എന്ന് ചോദിക്കാണ് അയാസെ. എന്റെ പേര് കെൻ ടക്കാക്കുറ. സോ അവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഫസ്റ്റത്തെ 2 എപ്പിസോഡ് കുറച്ച് ലാഗ് ആയിട്ട് തോന്നുമെങ്കിലും ശരിക്കും വേറെ ലെവലായിട്ടുള്ള ഒരു ആനിമയാണ് ഇത്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.